അപ്പോൾ ഇത്തരം ഒരുപാട് ഷോർട്ട് കട്ട് മെത്തേഡ്സും എല്ലാം പഠിച്ചാൽ മാത്രം എന്താണ് നമുക്ക് എന്ത് പറ്റുള്ളൂ, നമുക്ക് RRB പോലത്തെ വലിയ ഹൈ കോമ്പറ്റീഷണൽ എക്സാംസിൽ ക്വാണ്ടിറ്റി വഴി മാത്സ് ന്യൂമറിക്കൽ എബിലിറ്റി ഒക്കെ നമുക്ക് ഈസി ആയിട്ട് എന്താണ് സോൾവ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇത്രയും ഇന്റൻസീവ് ആയിട്ടുള്ള ഒരുപാട് ഷോർട്ട് കട്ട് മെത്തേഡ്സ് ഒക്കെ നമുക്ക് പഠിക്കാൻ വേണ്ടി കോമ്പറ്റേറ്റീവ് ഒക്കെ ഏറ്റവും പുതിയ NTPC ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ബാച്ചിൽ ഏത് പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ബാച്ചിനകത്ത് നമുക്ക് എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകളും ഒപ്പം തന്നെ വീക്കിലി എക്സാംസും എല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൃത്യമായി പഠിച്ച എന്താണ് അടുത്തൊരു വർഷം കൊണ്ട് നിങ്ങൾക്ക് എന്താ എവിടെ കയറാൻ, നമുക്ക് റെയിൽവേയിൽ നല്ലൊരു പോസ്റ്റിൽ, ഇപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ ആയാലും നല്ലൊരു പോസ്റ്റ് നമുക്ക് എവിടെ കയറാം, നമുക്ക് റെയിൽവേയിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഒട്ടും പഠിക്കേണ്ട, എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, നമ്മുടെ പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ മനു. നമ്മൾ നോക്കാൻ പോകുന്നത് പെർസെൻറ്റേജും അതിൻ്റെമായി ബന്ധപ്പെട്ട കുറേ ഫ്രാക്ഷൻസുമാണ്. അപ്പോൾ നമുക്ക് പല ക്വസ്റ്റ്യൻസ്, പെർസെൻറ്റേജിന്റെ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്താണ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു ടൈം കൺസ്യൂം ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ടൈം കൺസ്യൂമിങ് കുറയ്ക്കാൻ വേണ്ടി ഏറ്റവും എളുപ്പമുള്ള വഴി എന്താണ്, ഓരോ പെർസെൻറ്റേജിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഫ്രാക്ഷൻ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പമുള്ള വഴി. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെ പെർസെൻറ്റേജിന് ഇക്വലൻ്റ് ആയിട്ട് ഫ്രാക്ഷൻസ് ഏതൊക്കെയാണ്, അതെങ്ങനെയാണ് എത്തിയത്, ചിലരെ കണ്ടുപിടിക്കാനുള്ള ഷോർട്ട് കട്ട്, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക. അപ്പോൾ നമുക്ക് ഒട്ടും കണ്ടന്റ് ഇൻട്രൊഡക്ഷൻ അങ്ങനെ വലിയ കാര്യങ്ങൾ ചിന്തിക്കാം, നമുക്ക് വേഗം എളുപ്പമുള്ള ഫ്രാക്ഷൻസിലേക്ക് കിടക്കാം. നോക്കിയേ, ഫസ്റ്റ് ഫ്രാക്ഷൻ ആണ് എന്താണ് 50% അല്ലെങ്കിൽ 50%. നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു ഫ്രാക്ഷൻ, ഇപ്പോൾ 50%ന്റെ ഐഡിയ തന്നെ എന്താണ്, 50% ഐഡിയ തന്നെ എന്താണ്, പകുതി എന്നാണ്. പകുതി നമ്മൾ ഏത് ഫ്രാക്ഷനിൽ യൂസ് ഡിനോട്ട് ചെയ്യുന്നത്, 1/2 എന്ന ഫ്രാക്ഷൻ വെച്ചാണ് എന്ത് നമ്മൾ 50%നെ ഡിനോട്ട് ചെയ്യാറ്. ഇനി 25% ആണെങ്കിൽ എന്താണ്, കാൽഭാഗം, അതാണ് നമ്മൾ ഉദ്ദേശിക്കാറ്. കാൽഭാഗത്തിന് നമ്മൾ എന്ത് പറയാറ്, 25% എന്ന് പറയാറ്. അപ്പൊ കാൽഭാഗത്തെ റെപ്രസെന്റ് ചെയ്യുന്ന ഫ്രാക്ഷൻ ഏതാണ്, കാൽഭാഗത്തെ റെപ്രസെന്റ് ചെയ്യുന്ന ഫ്രാക്ഷൻ ആണെന്ത് 1/4. ഇനിയാണ് 20%, എന്താണ് 20%. ഇപ്പൊ 20% എന്താണ് ഈക്വലന്റ് ആയിട്ട് നമുക്കൊരു ഫ്രാക്ഷൻ ഉണ്ട്. നമുക്കറിയാം 20% എന്താണ് 20/100 ആണ് അല്ലേ, 20/100 ആണ് എന്ത് 20% എന്ന് പറയുന്നത്. ഇപ്പൊ ഈ 20% 20/100ന് ഈക്വലന്റ് ആയിട്ടുള്ള ഫ്രാക്ഷൻ എന്താ വരിക, നമുക്ക് ഈ 100 എന്ന് പറഞ്ഞാൽ 20 × 5 അല്ലേ. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം, ഇതിന് നമുക്ക് 1/5 എന്ന് ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ട് എഴുതാം. അടുത്ത നോക്കിയേ 10%, എത്ര 10%, എന്താണ് 10%. അപ്പൊ 10% വരുമ്പോൾ എന്ത് വരും, 10% പറയുമ്പോൾ എന്താണ്, അത് 10/100 ആണ്. ഈ 10/100 ഓരോ 0 വെട്ടിക്കളയാൻ എന്തായി മാറും, അത് 1/10 എന്നായി മാറും. അപ്പോൾ എന്താണ് 10%ന്റെ ഫ്രാക്ഷൻ എന്താണ് 1/10 ആണ്. ഇനിയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം, നോക്കി എന്താണ് 5% എന്താ വരിക, എന്താണ് 5% ഉള്ള ഫ്രാക്ഷൻ. നോക്കിയേ 5% 1/20 ആണ്. ശ്രദ്ധിക്കുക, നമുക്കറിയാം എന്താണ് 20% 1/5 ആണ്. അതേപോലെ 5% എന്താണ് 1/20 ആണ്. എന്താണ് 5 ഇരുന്നിടത്തേക്ക് 20 പോകുന്നു, 20 ഇരുന്നിടത്തേക്ക് 5 പോകുന്നു. അപ്പോൾ ഈ ഒരു കാര്യവും നോട്ട് ചെയ്ത് നോക്കി, എന്താണ് 5% എന്താണ് 1/20 ആണ്. അപ്പോൾ 1% എന്ത് വരും, 1% എന്താണ് 100 അല്ലെ. അപ്പൊ 1/100 തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. 1% ഡയറക്റ്റ് എന്താണ് 1/100 ആണ് എന്ത് വരിക, നമ്മുടെ ആൻസർ വരിക. അപ്പോൾ ഈ ഫ്രാക്ഷൻസ് നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഫ്രാക്ഷൻസ്. ഇനി പഠിക്കാൻ പോകുന്ന ഫ്രാക്ഷൻസ് എന്താണ് കുറച്ചൊരു ഡീപ്പായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ചിലപ്പോൾ ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ ഇനി വരാൻ പോകുന്ന ഫ്രാക്ഷൻസ് ഒക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം, കേട്ടല്ലോ. അപ്പൊ നമ്മൾ അടുത്ത സെറ്റ് എന്താ പറയുന്നത് നോക്കിയേ, 1/3, 2/3, 1/6. ഈ 3 നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. ഇപ്പൊ എന്താണ് 1/3, അതായത് എന്താണ് 1/3 അല്ലെ. അപ്പൊ നമുക്കറിയാം 1/3 എന്താണ് 100നെ 3 കഷ്ണമാക്കിയാൽ എന്ത് വരും, അതാണ് എന്ത് 1/3 എന്ന പെർസെന്റേജ് വരുന്നത്. ഇപ്പൊ 1/3യുടെ വാല്യൂ എത്ര വരുന്നത്, 33.33 ആണ് വരുന്നത്. എന്താണ് 33.33 ആണ് എന്ത് വരുന്നത് 1/3യുടെ പെർസെന്റേജ് വരുന്നത്. അതായത് നമ്മൾ 100നെ എന്താണ് എത്ര കഷ്ണമാക്കാണ്, നമ്മൾ 100നെ 3 കഷ്ണങ്ങളാക്കാണ്. എന്താണ് 3 ഈക്വൽ കഷ്ണങ്ങളാക്കാണ്. അപ്പൊ നോക്കിയേ 100നെ ഹരിച്ചു നോക്കാൻ പോകുന്നുണ്ട്. എന്താണ് 100നെ ഞാൻ 3 കൊണ്ട് ഹരിക്കുകയാണ്. അപ്പൊ എന്ത് വരും, 100നെ 3 ഹരിക്കുമ്പോൾ എന്താ വരിക, 10ൽ 3 തവണ
9 വരും, 1 10 വീണ്ടും വന്നു, വീണ്ടും 3 തവണ വരും, 9 വീണ്ടും 1 10 വരും, ഇവിടെ പോയിന്റ് ഇടും, വീണ്ടും 9 1. അപ്പൊ എന്താണ് 33.333 അങ്ങനെ നീണ്ടു പോകും. അപ്പൊ എന്താണ് 100ന്റെ 3 കഷ്ണമാക്കിയാൽ ഒരു കഷ്ണമല്ലേ 1/3 ഉദ്ദേശിക്കുന്നത്, അതിന്റെ പെർസെന്റേജ് എത്രയാണ് 33.33 ആണ്. അങ്ങനെയാണെങ്കിൽ 2/3 എന്താണ് 2/3 എന്ത് വരും 2/3 വരും. 1/3 33.33 ആണെങ്കിൽ 2/3 എന്താ വരിക 2/3 വരിക ഈ 33.33യുടെ ഡബിൾ വരും അല്ലെ. ഡബിൾ എന്താ വരിക 66.67 വരും. എന്താണ് 66.66നെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് 66.67 എന്ന രീതിയിലാക്കും. ഇനി അടുത്തതാണ് 1/6. എന്താണ് 1/6, അതായത് 1/3യുടെ പകുതി അല്ലെ. എത്ര വരിക അത് 16.67 ആണ് വരിക. എന്താണ് 16.67 ആണ് എന്ത് 1/6ന്റെ പെർസെന്റേജ്. അപ്പോൾ 1/6 എന്ന് പറഞ്ഞാൽ പെർസെന്റേജ് വെച്ചാൽ എന്താണ് 16.67 ആണ്. 2/3 എന്നാണ് 66.67 ആണ്. 1/3 വരിക 33.33% ആണ്. അപ്പൊ ഇതൊക്കെ എന്താണ് അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയ ഫ്രാക്ഷൻസ് ആണ്, നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. നമ്മൾ അടുത്ത സെറ്റിലേക്ക് പോകാൻ. അടുത്ത സെറ്റ് എന്താ പറയുന്നത് വെച്ചാൽ 1/9 ഉം 1/11 നല്ല രസമുള്ള രണ്ട് നമ്പേഴ്സ് ആണ് അല്ലെ. 1/9 1/11. അപ്പൊ നോക്കിയേ ഈ 1/9 എന്ന ഫ്രാക്ഷൻ എന്താണ് 1/9 എന്ന ഫ്രാക്ഷൻ നോക്കുമ്പോൾ എന്താണ് 100നെ 9 കഷ്ണങ്ങളാക്കാണ് അല്ലെ. 1/9ന്റെ സിംപ്ലിഫൈഡ് രൂപം എന്താണ് 11.11%. എന്താണ് 11.11% ആണ് എന്ത് നമ്മുടെ 1/9ന്റെ എന്ത് വരിക 1/9ന്റെ ഫ്രാക്ഷൻ വരിക. 1/9ന്റെ പെർസെന്റേജ് വരിക. 1/9ന്റെ പെർസെന്റേജ് എന്താണ് 11.11 ആണ്. ഇനി 1/11ന്റെ ആണെങ്കിലോ 9.09 വരിക. എന്താണ് 9.09 ആണെന്ത് 1/11ന്റെ ഫ്രാക്ഷൻ വരിക. അപ്പോൾ 1/9ന്റെ 11.11 1/11ന്റെ 9.09 ആണ് എന്ത് വരിക ഫ്രാക്ഷൻ ആയിട്ട് വരിക. അടുത്ത നോക്കിയാലോ. അടുത്ത സെറ്റ് നോക്കാം. അടുത്ത സെറ്റ് ആണ് എന്ത് 1/8 ഉം 1/16. എന്താണ് 1/8 ഉം 1/16. അപ്പോൾ നമുക്കറിയാം 1/4 എന്തായിരുന്നു 1/4 25% ആയിരുന്നു ആണല്ലോ. 1/4ന്റെ പകുതിയല്ലേ 1/8. 1/4ന്റെ പകുതിയാണ് അല്ലെങ്കിൽ ഹാഫ് ആണ് എന്ത് 1/8 എന്ന് പറയുന്നത്. അപ്പൊ എത്ര വരും 1/8 എന്ന് പറയുമ്പോൾ ഈ 25ന്റെ പകുതി എത്രയാ 25ന്റെ പകുതി വരിക എത്രയാണ് 12.5% ആണ്. അതാണ് 12.5% ആണ് എന്ത് വരിക 25ന്റെ പകുതി വരിക. ഇനി അടുത്ത നോക്കിയേ ഈ 1/8 എന്ന് പറയുന്നത് 12.5 ആണ്. അതിന്റെ പകുതിയല്ലേ 1/16. അതിന്റെ പകുതിയല്ലേ 1/16 വരിക. അപ്പൊ 12.5ന്റെ പകുതി 12ന്റെ പകുതി എത്രയാ 12ന്റെ പകുതി വരിക 6 ആണ്. 0.5ന്റെ പകുതി എന്ത് വരും 0.25 വരും. അപ്പൊ എന്താണ് 1/16ന്റെ പെർസെന്റേജ് എന്ന് പറയുന്നത് എന്താണ് 6.25 ആണ്. അപ്പൊ 6.25% ഓഫ് എ നമ്പർ എന്ന് പറയുമ്പോൾ സിംപ്ലി ആ നമ്പറിനെ 1/16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ നമ്മുടെ ടൈം അത്രയും എളുപ്പമാവും. കാരണം ഡെസിമൽ നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നതിനേക്കാൾ എളുപ്പം ഒരു ഫ്രാക്ഷൻ കൊണ്ട് വേഗം കട്ട് ചെയ്ത് കളയണതല്ലേ. അപ്പൊ അതാണ് കുറച്ച് ഈസി ആയിട്ടുള്ള മെത്തേഡ്. അപ്പൊ ആ വഴി ചെയ്ത് നോക്കുക. അടുത്തത് 7കളുടെ വരുമ്പോഴാണ്. ഇതൊക്കെ നമ്മൾ തനിയെ ഇപ്പൊ തന്നെ എഴുതി പോവാണ്. അപ്പൊ നിങ്ങൾ നോട്ട് ചെയ്യുക എന്താണ് ഈ നമ്പേഴ്സ് കേട്ടോ. ഇതൊരു റൗണ്ട് ഷേപ്പിലാണ് ഞാൻ എഴുതിയേക്കുന്നത്. എന്താണ് ഒരു റൗണ്ട് ഷേപ്പിലാണ് എഴുതിയേക്കുന്നത്. ഇതൊരു ക്ലോക്ക് ആണെന്ന് വിചാരിക്കാം. ഇതൊരു ക്ലോക്ക് ആണെന്ന് വിചാരിക്കാം. സിമ്പിൾ അത്ര വിചാരിക്കാം. ഇത് ക്ലോക്ക് ആണ്. അപ്പൊ നോക്കിയേ നമ്മൾ ഇവിടുന്ന് ഈ നമ്പേഴ്സ് ഒക്കെ ഏത് അടിസ്ഥാനത്തിൽ എഴുതി നിങ്ങൾക്ക് ശരിക്കണോ അല്ലെ. നോക്കിയേ ഫസ്റ്റത്തെ 14 അല്ലെ. എന്താണ് 7ന്റെ ഡബിൾ ആണ് 14. നമ്മൾ 7 ആണ് എല്ലാ ഡിനോമിനേറ്ററും വരുന്നത്. അതുകൊണ്ട് 7ന്റെ ഡബിൾ 14 എഴുതി. ഇനി 14 ഡബിൾ ആയ 28 ഞാൻ ഇങ്ങനെ എഴുതി. 28 ഞാൻ ഇങ്ങനെ എഴുതി. 28ന്റെ ഡബിൾ 56 ആണ്. അപ്പൊ നമുക്ക് പക്ഷെ 56 എന്താണ് ഒരു 57 ആക്കി ഞാൻ 57 ഇവിടെ എഴുതി. ഈ ഇത്രയും നമ്പേഴ്സ് നിങ്ങൾ കാണപ്പണം പഠിച്ചാൽ നിങ്ങൾക്ക് എങ്ങനെ ഈ ഇതിന്റെ ഒക്കെ എന്താണ് പെർസെന്റേജ് എഴുതാൻ പറ്റും നമ്മൾ നോക്കാം. അപ്പൊ ശ്രദ്ധിക്കുക ഫസ്റ്റ് 1/7 എന്താണ് 1/7. അപ്പോ 1/7ന്റെ ഫ്രാക്ഷൻ എങ്ങനെ എഴുതുന്ന വെച്ചാൽ എന്താണ് ഇതിൽ ഏറ്റവും ചെറുതല്ല 1/7. ഈ കാണുന്ന ലിസ്റ്റിൽ ഏറ്റവും ചെറിയ നമ്പർ ആണെന്ത്
1/7 വരിക. അപ്പോൾ ഈ നമ്പേഴ്സിൽ എന്താണ് ഈ 1, 4, 2, 8, 5, 7 എന്നീ 6 നമ്പേഴ്സിൽ ഏറ്റവും ചെറുത് ഏതാ? ഏറ്റവും ചെറുത് ഏതാ? 1 ആണല്ലേ. 1 ആണ് ഏറ്റവും ചെറുത്. അപ്പോൾ എന്താ ആദ്യം ഫസ്റ്റ് 1 എഴുതുക, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡിലുള്ള ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുള്ള 4 എഴുതുക, എന്നിട്ടൊരു പോയിന്റ് ഇട്ടിട്ട് ബാക്കി 4 നമ്പേഴ്സ് ഉണ്ടല്ലോ, ഈ ബാക്കി 4 നമ്പേഴ്സിനെ ഡയറക്റ്റ് ആയിട്ട് എഴുതുക 2857%. അപ്പൊ എന്താണ് ഏറ്റവും ചെറിയ നമ്പർ 1 ആദ്യം എഴുതി, എന്നിട്ട് അവിടെ തൊട്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ എന്താണ് ബാക്കി നമ്പേഴ്സിന് എടുത്ത് എഴുതി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 14.2857% കിട്ടി. ക്ലിയർ ആണല്ലോ. അടുത്ത് നോക്കിയേ 2/7. ഇത് 14.2857%. ഇനി അടുത്ത് നോക്കുക 2/7 അടുത്തത് 2/7. അപ്പോൾ 1 കഴിഞ്ഞാൽ അടുത്ത വലിയ നമ്പർ, അടുത്ത ചെറിയ നമ്പർ ഏതാ? 1 കഴിഞ്ഞാൽ അടുത്ത ചെറിയ നമ്പർ ഏതാ? 2 ആണ്. അപ്പൊ 2 നോട്ട് ചെയ്യുക, 2 ആദ്യം എഴുതുക, എന്നിട്ട് 2 കണ്ട അടുത്ത നമ്പർ ഏതാ? 8 ആണ്. ക്ലോക്ക് വൈസ് നോക്കുമ്പോൾ 8 ആണ് അടുത്ത നമ്പർ. എന്നിട്ട് പോയിന്റ് ഇട്ടിട്ട് ബാക്കി 4 നമ്പറുകൾ ഏതാണ്? 5, 7, 1, 4 എന്ന 4 നമ്പേഴ്സ് ഇവിടെ നേരെ എഴുതുക. അപ്പൊ ഇതൊരു 5, 7, 1, 4% എന്ന് ഡയറക്റ്റ് എഴുതാം. ഇനി അടുത്ത് നോക്കിയേ 3/7. ഇപ്പൊ 2 കഴിഞ്ഞാൽ അടുത്ത ചെറിയ നമ്പർ ഏതാ? 1ഉം 2ഉം കഴിഞ്ഞാൽ അടുത്ത ചെറിയ നമ്പർ ഏതാ? അത് 4 ആണ്. 4 ആണ്. അപ്പൊ ഫസ്റ്റ് എന്താ എഴുതുക? 4 എഴുതുക. 4 കഴിഞ്ഞാൽ അടുത്ത നമ്പർ ഏതാ? 2 ആണ്. അപ്പൊ 42 അവിടെ പോയിന്റ് ഇടുക, എന്നിട്ട് ബാക്കിയുള്ള 4 നമ്പേഴ്സിനെ അതേ ഓർഡറിൽ എഴുതുക. അപ്പൊ എന്തോരും? 8, 5, 7, 1%. ഇനി അടുത്തത് 4/7 അല്ലെ. 4 കഴിഞ്ഞാൽ അടുത്ത ചെറിയ നമ്പർ ഏതാ? അടുത്ത ചെറിയ നമ്പർ എഴുതുക. ഏതാണ്? 5 ആണ്. അപ്പോൾ 5 എഴുതി. 5 കഴിഞ്ഞ അടുത്ത റൈറ്റ് സൈഡിൽ കിടക്കുന്ന നമ്പർ ഏതാ? അല്ലെങ്കിൽ ക്ലോക്ക് വൈസ് കിടക്കുന്ന നമ്പർ ഏതാ? 7 ആണ്. 57. എന്നിട്ട് പോയിന്റ് ഇടുക, എന്നിട്ട് ബാക്കി 4 നമ്പേഴ്സ് ഇല്ലേ 1, 4, 2, 8 അത് അതേ ഡയറക്ഷനിൽ 1428% എന്ന് എഴുതുക. ഇനി അടുത്തത് 5/7. അപ്പോൾ 5 കഴിഞ്ഞാൽ അടുത്ത ചെറിയ നമ്പർ ഏതാ? 5 കഴിഞ്ഞാൽ അടുത്ത ചെറിയ നമ്പർ ഏതാ? അത് 7 ആണ്. അപ്പോൾ എന്താ എഴുതി? 7 ഞാൻ എഴുതി, എന്നിട്ട് 1 എഴുതി 71. കാരണം എന്താ? ക്ലോക്ക് വൈസ് നോക്കുമ്പോൾ 7 കഴിഞ്ഞാൽ അടുത്തത് 1 ആ വരുന്നത്. എന്നിട്ട് 71 പോയിന്റ് ഇട്ടിട്ട് 4285 എന്ന ആ ഡയറക്ഷനിൽ തന്നെ എഴുതി. എന്താണ്? 4285%. അടുത്ത് നോക്കുക ലാസ്റ്റ് 1 6/7. അപ്പോൾ ഇനി ആകെ തുടങ്ങാൻ ബാക്കിയുള്ള നമ്പർ ഏതാ? 8 ആണ്. അപ്പോൾ 8 ആദ്യം എഴുതി, 8 കണ്ട് 5 ആണ്. പോയിന്റ് 7148 എന്ന് എഴുതി. 7142 എന്ന് എഴുതി പെർസെന്റേജ്. അപ്പൊ നോക്കിയേ, നമ്മൾ ഈ ഇത്രയും നമ്പേഴ്സ് മാത്രം ഉപയോഗിച്ച് എന്താണ് 1/7 തൊട്ട് 6/7 വരെയുള്ള എല്ലാ നമ്പറുകളുടെയും പെർസെന്റേജ് എഴുതി. അപ്പൊ നമുക്ക് എന്താണ് ഇനി ഈ കേസിൽ ഏതെങ്കിലും ഒരു നമ്പേഴ്സ് വരാണ്. ഇപ്പോൾ 14.28 ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് എന്തെടുത്താൽ മതി? നമ്മൾ ഡയറക്റ്റ് 1/7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി 42.85 വരാണെങ്കിൽ ഡയറക്റ്റ് എന്ത് ചെയ്യുക? 3/7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതാണ് നമുക്ക് കുറച്ച് ഈസി ആയിട്ട് വേഗം ആൻസർ ഇട്ടാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി. ഒരിക്കലും 42.85 ആണ് ആൻസർ വന്നത് 42.85 കൊണ്ട് മൾട്ടിപ്ലൈ തന്നാൽ എന്ത് പറ്റും? നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ നേരിടുണ്ടാവുള്ളൂ, പരീക്ഷയുടെ ടൈം കഴിഞ്ഞു പോകും. അപ്പൊ അതിനെളുപ്പമല്ലേ 3/7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഈ ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം അല്ലെ. കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ചെയ്താൽ നമുക്ക് ഏകദേശം കുറച്ച് നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ഓർമ്മ വരും അല്ലെ. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ? ഫൈൻഡ് ദ 33.3% ഓഫ് 24. അതായത് 24ന്റെ 33.33%. അപ്പൊ ഞാൻ ചോദിക്കാണ് 33.33% എത്ര ഫ്രാക്ഷൻ? ഏത് ഫ്രാക്ഷനാ? 33.33% ഓഫ് 24 എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? 24 into 33.33 divided by 100. അപ്പൊ ഞാൻ പറഞ്ഞു 33.33% ഏത് ഫ്രാക്ഷൻ നമുക്കറിയാം? അത് 1/3 ആണ് അല്ലെ. അപ്പൊ എന്ത് എഴുതാം? 24 into ഡയറക്റ്റ്
1/3 എഴുതുക. അപ്പൊ 24 into 1/3 എത്രയാ? 24 into 1/3 എത്രയാ? ഈസി അല്ലേ? എത്രയാണ്? 8 ആണ് അല്ലേ? എത്രയാണ്? 8 ആണ് ആൻസർ. അപ്പൊ എന്താണ്? ഫൈൻഡ് 33.33% ഓഫ് 24 ആൻസർ എന്താ വരിക? ആൻസർ വരിക 8 ആണ്. എന്താണ് 33.33% എന്താണ് ശരിക്കും? 1/3 ആണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടുക? ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 24ന്റെ 1/3 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടുമോ അതാ കിട്ടുക ആൻസർ. ക്ലിയർ ആണല്ലോ? വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കി എന്താണ്? If 75% of a number is added to 75, then the result is the number itself. Find the number. എന്താണ്? ഒരു നമ്പറിന്റെ 75%-നൊപ്പം 75 ആഡ് ചെയ്തപ്പോൾ നമുക്ക് ആ നമ്പർ തന്നെ കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്പർ ഏതാണെന്ന് വെച്ചാൽ അപ്പോൾ എ എന്ന ഒരു നമ്പറിന്റെ 75%-നൊപ്പം 75% ഓഫ് എ, അതിൻ്റെ ഒപ്പം എന്ത് ആഡ് ചെയ്തു? 75 ആഡ് ചെയ്തപ്പോൾ എ തന്നെ കിട്ടി എന്നാ പറയുന്നത്. അപ്പൊ നമുക്കറിയാം എന്താണ് 25% എന്താണെന്നറിയാം? എന്താണ്? 1/4 ആണ്. ആണല്ലോ? ഈ 25%-ന്റെ 3 ഇരട്ടിയല്ലേ എന്ത്? 7/5. അപ്പൊ എന്ത് വരും? 75. അപ്പൊ 75% എന്ത് വരും? 25%-ന്റെ 3 ഇരട്ടിയാണ് 75. 25%-ന്റെ ഫ്രാക്ഷൻ ആണ് 1/4. അപ്പോൾ 75%-ന്റെ ഫ്രാക്ഷൻ എത്ര വരും? 3/4 വരും. 3/4 മുക്കാൽ അല്ലേ? 75% എന്ന് പറഞ്ഞാൽ എന്താണ്? മുക്കാലാണ്. അപ്പോ 75% എന്താണ്? 3/4 യൂസ് ചെയ്യാം. അപ്പൊ എന്ത് വരും? 3/4 into A plus 75 is equal to A എന്ന് തന്നെ വരും അല്ലേ? 3/4 into A plus 75 equal to A എന്ന് വരും. അപ്പോൾ എന്ത് എഴുതാം? A minus 3/4A is equal to 75 എന്ന് എഴുതാം. അപ്പോ ഒരു നമ്പറിൽ നിന്ന് അതിന്റെ മുക്കാ ഭാഗം കുറച്ചാൽ ബാക്കി എന്ത് വരും? ഒരു നമ്പറിൽ നിന്ന് അതിന്റെ മുക്കാ ഭാഗം കുറച്ചാൽ ബാക്കി എന്ത് വരും? കാൽ ഭാഗം വരും അല്ലെ? അപ്പോൾ എയിൽ നിന്നും 3/4 കുറച്ചാൽ എന്ത് വരും? നമുക്ക് വരിക A/4 ആണ്. A/4 equal to 75 എന്ന് വരും. സോ A is equal to 300 എന്ന് വരും. എന്താണ്? A is equal to 300 എന്ന് വരും. സോ അത് ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ വരിക ഓപ്ഷൻ എ ആണ്. 300 ആണ്. ഓപ്ഷൻ എ 300 ആണ്. എന്ത്? നമുക്ക് ഫൈനൽ ആൻസർ വരുന്നത്. അപ്പോൾ ഈ 75 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നല്ല ടൈം പോകും. അപ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള മെത്തേഡ് എന്താണ്? 75% എന്താണ്? നമ്മൾ 3/4 യൂസ് ചെയ്യാണ്. അപ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 50% ഓഫ് 500 is equal to dash percentage of 2500. എന്താണ്? ഒരു 500ന്റെ 50% എന്ന് പറഞ്ഞാൽ 2500 എത്ര പെർസെന്റേജ് ആണ്? അത് വെച്ചത്. അപ്പോൾ 500ന്റെ 50% ആണ്. 50% ഓഫ് 500 ആദ്യം കാണുക. 500ന്റെ 50% എന്ത് വരും? നമുക്കറിയാം 50%-ന്റെ ഫ്രാക്ഷൻ എന്താ? 50%-ന്റെ ഫ്രാക്ഷൻ എന്താ? 1/2 ആണല്ലേ? അപ്പോൾ 500 into 1/2 ചെയ്താൽ എന്ത് കിട്ടും? നമുക്ക് എത്ര കിട്ടും? 250 കിട്ടും. അപ്പൊ എന്താണ് 50% ഓഫ് 500 എന്താണ് ശരിക്കും? അപ്പോ ഇതെന്ന് പറയുന്നത് എന്താണ്? 250 ആണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ 250 2500ന്റെ എത്ര പെർസെന്റേജ് ആണ് വെച്ചേക്കുന്നത് അല്ലെ? 250 2500ന്റെ എത്ര പെർസെന്റേജ് ആണെന്നാണ് ചോദ്യം. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കുക? ഒട്ടും എന്താണ് ചെയ്താൽ 250 divided by 2500 into 100 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എത്ര പെർസെന്റേജ് ആണെന്ന് കിട്ടും. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യാണ്? ഞാനൊരു 0 വെട്ടിപ്പോയി, ഇവിടെ ഒരു 0 വെട്ടിക്കൊള്ളു. അപ്പൊ എന്ത് വന്നു? 250 divided by 25 എന്ന് വരും, which is equal to 10% എന്ന് കിട്ടും. എന്താണ്? 10% ആൻസർ കിട്ടും. സോ ആൻസർ ഏതാ? ആൻസർ വരിക ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണെന്ന് എന്ത് വരുന്നേ? നമ്മുടെ ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. Find the value of x if 20% of 75 is equal to 225 minus x% of 420. അപ്പോൾ നോക്കിയേ, 20% of 75 എത്ര വരും നോക്കാം. ഫസ്റ്റ് എന്താണ്? 20% of 75 എന്തിന് ഈക്വൽ ആണ്? 225 മൈനസ് x% of 420. അപ്പൊ എന്ത് ചെയ്യാ? ഫസ്റ്റ് എന്ത് പിടിക്കണം? നമുക്ക് ഫസ്റ്റ് ലെഫ്റ്റ് സൈഡിലുള്ള
20% ഓഫ് 75 കണ്ടുപിടിക്കണം. അപ്പൊ 20% ഓഫ് 75. അപ്പൊ നമ്മൾ പറഞ്ഞ എന്താണ് 20% ഫ്രാക്ഷൻ എന്താ? 20% ഫ്രാക്ഷൻ എത്രയാ? 1/5 ആണ് അല്ലേ? 1/5 ഇൻറ്റു 75 ചെയ്താൽ എന്ത് കിട്ടും നോക്ക്? 15 കിട്ടും. അപ്പൊ എന്താണ് ലെഫ്റ്റ് സൈഡിൽ ഒറ്റപ്പെടുന്ന എന്ത് കിട്ടി? ഒറ്റയടിക്ക് നമുക്ക് എന്ത് കിട്ടി? ലെഫ്റ്റ് സൈഡ് എന്താണ് 15 ആണെന്ന് കിട്ടി. ലെഫ്റ്റ് സൈഡ് 15 ആണെങ്കിൽ നമുക്ക് റൈറ്റ് സൈഡ് എടുക്കൽ ഈസി അല്ലേ കുറച്ചുകൂടിയും? അപ്പൊ നോക്കിയേ 225 മൈനസ് x% ഓഫ് 420 is equal to 15 എന്ന് കിട്ടും. is equal to 15 എന്ന് കിട്ടും. അപ്പോ ഇനി എന്താണ് x% ഓഫ് 420 എത്ര കിട്ടും നോക്കാം. എന്താണ് x% ഓഫ് 420 എന്ന് പറയുന്നത് എന്താണ്? 225 മൈനസ് 15 ആണ്. which is equal to 210 കിട്ടും. അപ്പൊ എന്താണ് x% ഓഫ് 420 is equal to 210 എന്ന് കിട്ടും. ഈ സൂക്ഷിച്ച് നോക്കിയേ, ഈ 210യുടെ ഇരട്ടിയല്ലേ 420? അല്ലെങ്കിൽ 420യുടെ പകുതിയല്ലേ 210? അല്ലെങ്കിൽ 210? 420ന്റെ പകുതിയല്ലേ 210? അപ്പോൾ 420ന്റെ പകുതിയാണ് 210 എങ്കിൽ 420ന്റെ എത്ര ശതമാനം വരും? പകുതി, അതായത് 1/2 അല്ലേ? 1/2 എത്ര ശതമാനമാ? 1/2 എന്ന് പറയുന്നത് എത്ര ശതമാനമാ? എന്താ വരിക? x% is equal to 210 divided by 420 എന്ന് വരും. which is equal to 1/2 എന്ന് വരും. ഈ 1/2 എത്ര പെർസെന്റേജാ? ഈ 1/2 എന്ന് പറയുന്നത് എത്ര പെർസെന്റേജാ? എത്രയാണ്? 50% ആണ് അല്ലെ? 50% ആണ് എന്ത് വരിക? എന്താണ് 1/2 വരിക. അപ്പൊ നമുക്ക് എന്താണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഈസി ആൻസർ കിട്ടിയ എത്രയാണ്? 1/2 കിട്ടും. അപ്പൊ ഇത്തരം ഒരുപാട് ഷോർട്ട് കട്ട് മെത്തേഡ്സും എല്ലാം പഠിച്ചാൽ മാത്രം എന്താണ് നമുക്ക് എന്ത് കിട്ടുള്ളൂ? നമുക്ക് RRB പോലത്തെ വലിയ ഹൈ കോമ്പറ്റീഷണൽ എക്സാംസിൽ ക്വാണ്ടിറ്റി വഴി മാത്സ് ന്യൂമറിക്കൽ എബിലിറ്റി ഒക്കെ നമുക്ക് ഈസി ആയിട്ട് എന്താണ് സോൾവ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഇത്രയും ഇന്റൻസീവ് ആയിട്ടുള്ള ഒരുപാട് ഷോർട്ട് കട്ട് മെത്തേഡ്സ് ഒക്കെ നമുക്ക് പഠിക്കാൻ വേണ്ടി കോമ്പറ്റേറ്റീവ് കണക്കിലെ ഏറ്റവും പുതിയ NTPCയുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ബാച്ചിൽ ഏത് പ്രത്യേകത വെച്ചാൽ ഈ ബാച്ചിനകത്ത് നമുക്ക് എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകളും ഒപ്പം തന്നെ വീക്കിലി എക്സാംസും എല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ കൃത്യമായി പഠിച്ചത് എന്താണ്? അടുത്തൊരു വർഷം കൊണ്ട് നിങ്ങൾക്ക് എന്താ എവിടെ കയറാൻ? നമുക്ക് റെയിൽവേയിൽ നല്ലൊരു പോസ്റ്റിൽ, ഇപ്പൊ സ്റ്റേഷൻ മാസ്റ്റർ ആയാലും നല്ലൊരു പോസ്റ്റിൽ നമുക്ക് എവിടെ കയറാം? നമുക്ക് റെയിൽവേയിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഒട്ടും പഠിക്കേണ്ട, എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക? നമ്മുടെ പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്യുക. അപ്പൊ ഇതുപോലത്തെ കൂടുതൽ ടെക്നിക്സും ഷോർട്ട് കട്ട്സും ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഇതേപോലെ കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയ വീഡിയോസ് എല്ലാം കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. താങ്ക് യു.